ഹായ്. ഇന്ന് ഞാൻ ഞങ്ങളുടെ സാരഥികളുടെ വീഡിയോ കൊണ്ടാട്ടോ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ട് വണ്ടികൾ. ആദ്യം നമ്മളെടുത്ത പഞ്ചും പിന്നെ രണ്ടാമതെടുത്ത ബേസിക്സും, രണ്ടും ഇലക്ട്രിക് വെഹിക്കിൾ. ഈ ഇലക്ട്രിക് വെഹിക്കിളിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത സമയത്താണ് പണ്ട് ഞാൻ പോയിട്ട് പഞ്ച് എടുത്തത് കേട്ടോ. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ കൺസ്ട്രക്ഷൻ തുടങ്ങിയ സമയത്ത് നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു മാസം തന്നെ ഏകദേശം 50,000 രൂപയുടെ പെട്രോൾ എക്സ്പെൻസ് വന്നിരുന്നു എനിക്ക്. 2 വർഷം മുന്നത്തെ കാര്യമായിട്ട് ഈ പറയണത്, അതായത് നമ്മൾ കമ്പനി തുടങ്ങുന്ന ആ സമയത്ത്. അപ്പോൾ ഉണ്ടായിരുന്നതിൽ വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടിയായിരുന്നു പഞ്ച്. അതിൽ തന്നെ നമ്മൾ ലോങ് റേഞ്ച് അല്ല എടുത്തിട്ടുണ്ടായിരുന്നത്, 315 കിലോമീറ്ററിൻ്റെ വണ്ടിയായിരുന്നു. അന്നത് 415ൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വണ്ടി പെട്ടെന്ന് കിട്ടണം എന്നുള്ളൊരു കാരണം കൊണ്ടും പിന്നെ എൻ്റെ മോൾക്ക് റൂഫ് ടോപ്പ് വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചതുകൊണ്ടും അന്നുണ്ടായിരുന്നത് 315 കിലോമീറ്ററിൻ്റെ ആയിരുന്നു. ആ വണ്ടിയാണ് ഞാൻ പോയിട്ട് എടുത്തത്. അപ്പോൾ ആ ഒരു സമയത്തൊന്നും എനിക്കിതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. അതായത് 315 കിലോമീറ്റർ കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 300 കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നേരെ തിരിച്ചാണ് ഉണ്ടായത്. നമ്മൾക്ക് അടിപൊളിയായിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 200 കിലോമീറ്റർ വരെയാണ് നമുക്ക് പഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ കിലോമീറ്ററിൻ്റെ റേഞ്ചിൻ്റെ ഈ ഒരു പ്രശ്നമല്ലാണ്ട് നമ്മൾക്ക് ഈ ടാറ്റ പഞ്ച് EV കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കേട്ടോ. അതായത് ആ വണ്ടി ഒന്ന് പഞ്ചറായിട്ട് കൂടി ഞങ്ങളെ റൂട്ടിൽ നിർത്തിയിട്ടില്ല. നിങ്ങൾക്കറിയാലോ, കേരളത്തിൻ്റെ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ എന്തായാലും ട്രാവൽ ചെയ്യണതാണ്. പിന്നത്തെ ഒരു പ്രോബ്ലം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേഞ്ച് ഇഷ്യൂ തന്നെയാണ്. അതായത് നമ്മളിങ്ങനെ ലോങ് ഡ്രൈവ് ഓടിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ കയറ്റിയിട്ട് വണ്ടി ചാർജ് ചെയ്യണം. അപ്പോൾ 2 വർഷം മുന്നത്തൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉള്ള പോലെ അത്രയ്ക്ക് ചാർജിങ് സ്റ്റേഷൻ അന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും നമ്മൾ ഡെയിലി യാത്രക്കാരായതുകൊണ്ട് എവിടേക്കാണ് ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്, അതായത് എല്ലാവരും ഇങ്ങനെ EVനെ കുറിച്ച് പറയുമ്പോൾ സംസാരിക്കാറില്ലേ, EV കൊണ്ട് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്ലാനിങ്ങും കാര്യങ്ങളും തീർച്ചയായിട്ടും വേണം കേട്ടോ. അല്ലാണ്ട് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ടുണ്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം വണ്ടിയുടെ ചാർജ് റേഞ്ച് അത് ഏകദേശം ഒരു 10% അല്ലെങ്കിൽ 15% എത്തുന്നതിൻ്റെ മുന്നേ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയ ചാർജിങ് സ്റ്റേഷൻ, അതും വിശ്വസിച്ച് പോകാൻ പറ്റണം. പോണ സമയത്ത് അവിടെ കറണ്ട് ഉണ്ടാവണം, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണ ചാർജിങ് സ്റ്റേഷൻ ആയിരിക്കണം. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഈ സ്ഥിരം യാത്ര ചെയ്യുകൊണ്ട് ഞങ്ങൾക്ക് ഏത് ചാർജിങ് സ്റ്റേഷനാണ് നല്ലത്, എവിടെയാണ് കറക്റ്റായിട്ട് നല്ല സർവീസ് കിട്ടുക. ചില ചാർജിങ് സ്റ്റേഷനൊക്കെ ഉണ്ടാവും KSEBിൻ്റെ ഒക്കെ 10-12 പോയിൻ്റൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതൊന്നും നമ്മളെ ഈ പ്ലഗ് തന്നെ കറക്റ്റ് ആയിരിക്കില്ല. പണ്ട് കാലത്തെങ്ങാണ്ട് KSEB കോടിക്കണക്കിന് ഉറുപ്പ്യ മുടക്കിയിട്ട് വെച്ചതാണ്. മെയിൻ്റനൻസും ഇല്ല, പ്ലഗും മാറ്റില്ല. പിന്നെ ചില സ്ഥലത്ത് ചെറിയ കിലോ വാട്ടിൻ്റെ ചാർജിങ് സ്റ്റേഷനൊക്കെ ഉണ്ടായിരിക്കും. ആ സ്ഥലത്ത് നമ്മൾ ഇതേപോലെ മാപ്പിലൊക്കെ ഇട്ട് കഷ്ടപ്പെട്ട് ഓടി എത്തിച്ചെല്ലണ സമയത്താവും അവിടെ ഏതേലും 2 നോർമൽ പെട്രോൾ കാറോ അല്ലെങ്കിൽ വല്ല ലോറിയോ പറഞ്ഞിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അതായത് അവർക്ക് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു പെട്രോൾ പമ്പിലേക്ക് നിങ്ങൾ എണ്ണ കഴിഞ്ഞിട്ട് പോവുകയാണ്. ആ പെട്രോൾ പമ്പിൻ്റെ എൻട്രൻസിൽ വലിയൊരു ലോറിയോ അങ്ങനത്തെ എന്തെങ്കിലും കൊടുന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായി നിങ്ങളെ മനസ്സിലുണ്ടാവണ ഒരു ദേഷ്യവും വിഷമം എന്തായിരിക്കും? അതാവും നമുക്കും തോന്നുക. കാരണം ഞാൻ അടുത്ത ചാർജ് സ്റ്റേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ കണക്കിന് ഓടേണ്ടി വരും. ചിലപ്പോൾ ഓടിക്കഴിഞ്ഞാൽ തന്നെ അവിടേക്ക് എത്താനുള്ള ചാർജ് നമ്മളെ വണ്ടിയിലുണ്ടായിരിക്കില്ല. പിന്നെ അതും കൂടാണ്ട് ഞങ്ങളെ EV ഓടിക്കുന്ന ഡ്രൈവർമാർ തന്നെ പകുതി ആൾക്കാരും ഈ സാധനം 2 പാർക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ക്രോസ് അടിച്ചിടും. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് പഞ്ച് ഓടിക്കുന്ന സമയത്തുണ്ടായിരുന്നു. ചില ആൾക്കാർ ചാർജിങ്ങിലിട്ടാണ് പോവും. പിന്നെ ആ സാധനം ഫോണും ഒരു നമ്പർ ഒന്നും എഴുതി വയ്ക്കില്ല, അവരെ വിളിച്ചാലും കിട്ടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് സ്ഥിരം ഇങ്ങനെ ഇപ്പോൾ പെരിന്തൽമണ്ണ നിന്ന് തിരുവനന്തപുരം വരെ പോകുമ്പോൾ ചിലപ്പോൾ 2 ചാർജൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് സാധാരണ എല്ലാ ആൾക്കാരെന്ന് വെച്ചാൽ ചെറിയൊരു വണ്ടി മേടിച്ച് അവനാൻ്റെ വീട്ടിൽ നിന്ന് തന്നെ മാക്സിമം ചാർജ് ചെയ്യുന്ന ആൾക്കാരാണ്. എൻ്റെ വണ്ടി ഈ 2 വണ്ടിയും ഇതിൽ സ്ലോ ചാർജിങ് എന്ന് പറയുന്ന സാധനം റെയറായിട്ട് ചെയ്യണത്. അതായത് ഞാൻ 2 ആഴ്ച കൂടുമ്പോഴൊന്ന് വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ടൊരു ചാർജിങ് സ്റ്റേഷൻ. അവിടെ മാത്രമാണ് നമ്മൾ സ്ലോ ചാർജ് ചെയ്യാറ്. ബാക്കിയൊക്കെ ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ടാണ് ഈ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ EVക്കാർക്ക് പല അഭിപ്രായം കേട്ടോ. സ്ലോ ചാർജിങ് നിർബന്ധമായിട്ട് 2 ഫാസ്റ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ലോ ചാർജ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര നിർബന്ധം പിടിച്ചിട്ടൊക്കെ ആൾക്കാർ പറയാറുണ്ട്. എന്നാൽ നിങ്ങൾ ഈ 2 വണ്ടിയും കണ്ടോളൂ. ഈ 2 വണ്ടിയും സ്ലോ ചാർജ് ചെയ്യാറേ ഇല്ല. കാരണം നമ്മൾ ഓട്ടോ അങ്ങനത്തെ കാരണം കൊണ്ട് നമുക്ക് സ്ലോ ചാർജ് ചെയ്യാൻ ടൈമും കിട്ടാറില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പഞ്ച് 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ബേസിക്സ് 33,000 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. ഈ 2 മുതലുകൾ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഒരിക്കലും ഈ ഓൾ കേരള കൺസ്ട്രക്ഷനൊന്നും ചെയ്യില്ല കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ. പഞ്ചായിരുന്നപ്പോൾ ഈ ഒരു ചാർജിങ്ങിൻ്റെ ഇഷ്യൂ ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ബേസിക്സ് വന്നതിന് ശേഷം അങ്ങനത്തെ ഒരു പ്രശ്നവും നമ്മൾ ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല കേട്ടോ. പിന്നെ വലിയ വണ്ടികളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ടോർക്കിനും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് അതിൻ്റെ ടയറിൻ്റെ തേയ്മാനം കാര്യങ്ങളൊക്കെ അധികം തന്നെ ആയിരിക്കും. അതിന്
ഇപ്പോൾ ഒരു കാറ് മേടിക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല അൾട്ടോയോ മറ്റേ മാരുതീൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ വലിയ വലിയ വണ്ടികളൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ ഒരു B6-ന് 27,000 കിലോമീറ്ററാണ് എൻ്റെ ടയർ കിട്ടിയത്. ടയറിന് അത്യാവശ്യം നല്ല വില ഉണ്ട് കേട്ടോ. അതായത് 21,000 രൂപയാണ് ഒരു ടയറിന് വരുന്നത്. 4 ടയറും 27,000 കിലോമീറ്ററിൽ ഞാൻ മാറ്റിയതാണ്. നേരെ മറിച്ച് അപ്പുറത്ത് നിൽക്കണ പഞ്ച് 70,000 കിലോമീറ്ററായി. അത് ആ ടയറിന് ഇപ്പോഴും കട്ടുണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അത് ഇനി ഒരു 10-15 കിലോമീറ്റർ ഓടാനുള്ള 15,000 കിലോമീറ്റർ ഓടാനുള്ള ഒരു ടയർ അതിലുണ്ട്. അപ്പോൾ ഇത് നമ്മളെ പെരിന്തൽമണ്ണയിലുള്ള ജലീക്കാൻ്റെ സൂപ്പർ ടയറാണ്. അപ്പോൾ ഞാൻ വണ്ടികളുടെയൊക്കെ ടയർ ഇവിടെ നിന്നാണ് മാറ്റാറ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ജലീക്ക. പിന്നെ അവിടുത്തെ നമ്മളെ ചെക്കന്മാരും പൊളിയാണ്. ശരിക്ക് എൻ്റെ ഈ ഒരു 27,000-ൽ മാറ്റിയ B6-ൻ്റെ ടയർ ഒരു 30,000 വരെ കിട്ടേണ്ടതാണ്. പക്ഷേ നമ്മളെ കമ്പനി സർവീസ് ഉണ്ടല്ലോ, ആ കമ്പനി സർവീസ് കാരണം കൊണ്ടാണ് എനിക്കത് 30,000 കിട്ടാണ്ട് പോയത്. കാരണം അവർ അലൈൻമെൻറ്റ് ചെയ്യുക, ടയർ റൊട്ടേഷൻ എന്നൊക്കെ പറയും, പക്ഷേ അവർ ഒരിക്കലും അത് ചെയ്യില്ല. ഈ ടയർ 21,000 ഉറുപ്പ്യക്ക് എന്തിനാണ് ഇത്ര സ്പെഷ്യൽ ടയർ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ വെയിറ്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ടയർ വേറൊരു ഇൻസൈഡിലൊരു ഫോമൊക്കെ വരുന്ന ടയറാണ്. വിയുടെ ടയറായിട്ട് സെപ്പറേറ്റ് ടയറിനുണ്ട്. അല്ലാണ്ട് നമുക്ക് തോന്നിയ ടയർ മേടിച്ചിട്ട് ഇതിന് ഇടാനും പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് സ്പെക്കിലുള്ള ടയർ ഇട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും റേഞ്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം വണ്ടി ഹ്യൂജ് വെയിറ്റാണ്, അതുപോലെ തന്നെ നല്ല ടോർക്കുമാണ്. നമ്മൾ ഈ സാധനം ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, എൻ്റെ വണ്ടിക്ക് സ്പോർട്സ് മോഡ് ഞാനിതാ ഈ 33,000 കിലോമീറ്ററോളം ഞാൻ ഇപ്പോൾ ഓടിച്ചിട്ട് ഞാൻ അതിലൊന്നും ഇട്ട് ഓടിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടില്ല. കാരണം നമ്മൾ റെഗുലർ നോർമൽ ഡ്രൈവ് ആണല്ലോ. മാക്സിമം നമ്മൾ റോട്ടിൽ കൂടി പോകാൻ ഒരു 80 കിലോമീറ്റർ സ്പീഡിലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നോർമൽ ഡ്രൈവിലിട്ടിട്ട് തന്നെയാണ് പോവാറ്. ഇനി അങ്ങനെ സ്പോർട്സ് മോഡിലൊക്കെ ഇട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് 27,000 കിട്ടിയതിന് പകരം ചിലപ്പോൾ ഒരു 15,000-ലൊക്കെ മാറ്റേണ്ടി വരും. അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ടയർ തേയ്മാനം സംഭവിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വിനെ കുറ്റം പറയും. വലിയ വിയുടെ B6, B9 അല്ലെങ്കിൽ ടാറ്റയുടെ ഹാരിയർ അങ്ങനത്തെ വണ്ടികളൊന്നും എടുക്കരുത്, ടയർ തേയ്മാനം കൂടുതലാണ്, നിങ്ങൾക്ക് ഒരിക്കലും അത് മുതലാവില്ല എന്ന് പറയും. എനിക്കപ്പോൾ ഒന്നേ പറയാനുള്ളൂ, അങ്ങനത്തെ ആൾക്കാർ വിയുടെ വലിയ സ്പെക്കിലുള്ള വണ്ടി എടുക്കരുത്. അവർ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള പോലെ ടാറ്റ പഞ്ചോ അല്ലെങ്കിൽ ടിയാഗോ ചെറിയ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വണ്ടിയുടെ മൈലേജ് കിട്ടണമെങ്കിൽ ടയറിന് ഒരു 35, 40, 50. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പഞ്ചിന് ഏകദേശം 70,000 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ കിട്ടുന്ന വണ്ടികൾ എടുക്കുക. പിന്നെ B6-ൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി കൊണ്ട് എവിടെ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈവൻ ചാർജ് സ്റ്റേഷനിൽ നിർത്തി കഴിഞ്ഞാലടക്കം ആരെങ്കിലും വന്നിട്ട് ഒരു പ്രാവശ്യം അഭിപ്രായം ചോദിക്കും. ഞാൻ അഭിപ്രായം ഒന്നും പറയാറില്ല, ഞാൻ പൊളിയാണെന്ന് മാത്രമേ പറയാറുള്ളൂ. കാരണം എനിക്ക് ഈ വണ്ടീനെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ട് പറയാൻ ഒരു കാര്യമില്ല. ഈവൻ ഈ ടയർ മാറ്റിയതിനെ കുറിച്ചിട്ടടക്കം ഞാൻ നെഗറ്റീവ് പറയില്ല. കാരണം 27,000 കിലോമീറ്റർ ഇത്രയും നല്ല സുഖമായിട്ടുള്ള സ്പെസിഫിക്കേഷനുള്ളൊരു വണ്ടി പെട്രോൾ വണ്ടിയിൽ ഓടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 27,000 കിലോമീറ്ററിന് ഞാൻ പെട്രോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എനിക്ക് കിട്ടാൻ പോണത് ഒരു 10 കിലോമീറ്റർ ആവും, അതായത് മൈലേജ്. ആ 10 കിലോമീറ്റർ മൈലേജിൽ ഞാൻ 27,000 കിലോമീറ്റർ ഓടിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലക്ഷത്തിന് ഞാൻ 2.5 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് ഞാൻ പെട്രോൾ അടിക്കണം. അപ്പോൾ ആ പെട്രോളിന് കത്തിച്ച് കളയണതിൻ്റെ കുറച്ച് പൈസ എടുത്തിട്ട് ഞാൻ ടയർ മാറ്റി അതിൻ്റെയും പകുതി പൈസ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ കറണ്ടിൻ്റെ ചാർജിൻ്റെ പൈസയും കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ എനിക്കിത് ലാഭമാണ്. ഇതിൻ്റെ ഓരോ സർവീസിനും എനിക്ക് വരുന്നത്, ഇതിപ്പോൾ 3 സർവീസ് കഴിഞ്ഞു. അതിൻ്റെ 2,000, 3,000, 3,500 എനിക്ക് മാക്സിമം വന്ന സർവീസ് കോസ്റ്റ്. ഇപ്പോൾ ഓരോ പെട്രോൾ വണ്ടി ഇപ്പോൾ സാധാരണ ഒരു ചെറിയൊരു വണ്ടി സർവീസിന് കയറ്റിയാൽ തന്നെ കൊടുക്കണം 4,000, 5,000 രൂപ. അപ്പോൾ ഇത്രയും സ്പെക്കുള്ളൊരു വണ്ടി പെട്രോളിലാണെന്നുണ്ടെങ്കിൽ അത് സർവീസിന് കയറ്റി കഴിഞ്ഞാൽ എങ്ങനെ ഒരു 25,000 രൂപയൊക്കെ വരും. അപ്പോൾ 25 റുപ്യ സമയത്ത് അതായത് ഇപ്പോൾ ഇത് 10,000 കിലോമീറ്ററിലാണ് ആവുകൊണ്ട് സർവീസ്. അറിയില്ല പെട്രോൾ വണ്ടി ഈ ഒരു റേഞ്ചിലാണോ വരുന്നത് എന്നുള്ളത്. ചെറുവണ്ടികളൊക്കെ 3,000, 4,000, 5,000-ലൊക്കെ വരാറുണ്ട്. ഇത്രയും വലിയ സ്പെക്കുള്ള പെട്രോൾ വണ്ടി ഞാൻ ഇതുവരെ എടുത്തിട്ടുമില്ല നാട്ടിൽ. അപ്പം അങ്ങനെ സർവീസ് കോസ്റ്റും നമ്മളെ പെട്രോളിൻ്റെ എക്സ്പെൻസൊക്കെ നോക്കുന്ന സമയത്ത് ഇത് സ്വർഗ്ഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ വരുന്ന ആൾക്കാരോട് ഒന്നും മിണ്ടലില്ല. കാരണം അവരോട്ട് കൊതിപ്പിക്കാനും പോവാറില്ല, അവരോടൊട്ട് നെഗറ്റീവും പറയാറില്ല. ഞാൻ പറയും സൂപ്പറാണെന്ന് മാത്രമേ പറയുള്ളൂ. അതെന്താ അങ്ങനെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൂപ്പറാണോ അല്ലേ എന്നുള്ളത് കറക്റ്റ് ഇത് ഉപയോഗിക്കുന്ന ആൾക്കുള്ളൂ അറിയാം. കാരണം ഓരോ ആൾക്കാർക്കും ഓരോ യൂസേജ് അല്ലേ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വണ്ടി എടുത്തിട്ട് ഫുൾ ടൈം ഇതിൻ്റെ റേസ് മോഡും കാര്യങ്ങളൊക്കെ ഇട്ട് ഓടിക്കുന്ന ഒരു പയ്യനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന് ചിലപ്പോൾ ഇത് നല്ലതായിട്ടൊന്നും തോന്നില്ല. കാരണം 10,000 കിലോമീറ്ററിലൊക്കെ ചിലപ്പോൾ ടയർ മാറ്റേണ്ടി വരും. എൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ കേരള കൺസെഷൻ ആയതുകൊണ്ട് എനിക്ക് നല്ല ട്രാവലിങ്ങാണ്. അപ്പോൾ എന്നും ഒരു 200, 300 കിലോമീറ്റർ
മിനിമം നമ്മൾ ട്രാവൽ ചെയ്യും. അതും കൂടാണ്ട് തന്നെ ഇതിൻ്റെ റേഞ്ച് 653 കിലോമീറ്റർ എങ്ങാണ്ടാണ് കമ്പനി പറയണത്. ഞാൻ എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 500 കിലോമീറ്റർ നോർമലായിട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ നേരത്തെ കണ്ടത് നിങ്ങൾ കാന്തല്ലൂരാണ്. ഇപ്പോൾ കാന്തല്ലൂരിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങോട്ട് ചുരം ഇറങ്ങി പോരുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാറിൽ നിന്ന് പിന്നെ നേരെ അടിമാലിയിൽ നിന്ന് വീണ്ടും ഇറങ്ങണം. ഏകദേശം ഒരു 80% കാന്തല്ലൂരിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ അടിമാലിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്ക് തന്നെ നമ്മളെ വണ്ടി ഫുൾ ചാർജ് ആവുക ചെയ്യുക. അതായത് ഏകദേശം ഒരു 100-100 കിലോമീറ്റർ വരും. അവിടുന്ന് പിന്നെ ഒരു 650 കിലോമീറ്ററൊക്കെയാണ് റേഞ്ചിൽ കാണിക്കുക. അതിലൊരു 550 അല്ലെങ്കിൽ 600 കിലോമീറ്റർ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ കമ്പനി പറയണേക്കാളും കൂടുതൽ റേഞ്ച് ചില സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാ സമയത്തും കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയണില്ല. ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ ഒരു 80 സ്പീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് റേഞ്ച് കമ്മിയാവും. അപ്പോൾ ഒരു 500 കിലോമീറ്ററൊക്കെ ഉള്ളൂ നമുക്ക് കിട്ടാറ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം റേഞ്ച് എന്നുള്ളൊരു കാര്യം മാത്രം നോക്കിയിട്ടാണ് ഞാൻ വണ്ടി എടുത്തത്. കാരണം നമ്മളെ പർപ്പസ് അതായതുകൊണ്ട്. സത്യം പറഞ്ഞാൽ 2 EV കാറിൻ്റെ ആവശ്യം എനിക്കില്ല. പക്ഷേ പഞ്ചിന് 200 കിലോമീറ്ററേ ഉള്ളൂ. ഇതിന് എനിക്ക് അതിൻ്റെ ഒരു ഇരട്ടി കിട്ടും. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സൈറ്റുകൾ കവർ ചെയ്യാൻ പറ്റും. നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് വണ്ടി ഓടിക്കാം. അതായത് നമ്മൾ ചാർജിങ് സ്റ്റേഷൻ തപ്പി നടക്കണ്ട. ഒരു വട്ടം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് കണ്ണൂർ വരയ്ക്ക് സിമ്പിളായിട്ട് ഓടിച്ച് പോകാം. നമ്മൾ പോയിട്ടുമുണ്ട്. കാരണം നമുക്ക് അങ്ങനെ പോകേണ്ട പർപ്പസ് ഉള്ളതുകൊണ്ട് ഫുൾ ചാർജ് തീരുന്ന വരെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 550 കിലോമീറ്റർ കിട്ടുന്നുണ്ടെന്ന് പറയണേ. നിങ്ങളിപ്പോൾ പല വീഡിയോസിലും ഈ EVനെ കുറിച്ചിട്ട് പല നെഗറ്റീവ് വീഡിയോസും കണ്ടിട്ടുണ്ടാവും. ഈ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആളെന്നുള്ള നിലയിൽ 2 EV, അതായത് രണ്ടും നമ്മളെ ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളാണ്. ഒന്ന് ടാറ്റ പഞ്ച്, അതേപോലെ മഹേന്ദ്രേൻ്റെ B6. 2 വണ്ടിയും സൂപ്പറാണ്. ഈ 2 വണ്ടിയുള്ള കാരണം കൊണ്ട് നമ്മൾ ഈ ഓൾ കേരള കൺസെഷൻ ചെയ്യണതിൽ ഞങ്ങൾക്ക് എല്ലാ ക്ലയൻറ്റിൻ്റെ അടുത്തും മാക്സിമം അതാത് സമയത്ത് എത്തിപ്പെടാൻ ഈ ഒരു വണ്ടിയായ കാരണം കൊണ്ട് പറ്റുന്നുണ്ട്. നമുക്ക് ബഡ്ജറ്റും നോക്കുന്ന സമയത്ത് ഇത്രയും ലോങ് ഓടുന്ന സമയത്ത് പെട്രോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു കൺസെഷൻ, ഒരുപാട് ആൾക്കാർ ചോദിക്കില്ലേ എങ്ങനെയാണ് ഇത്രയും റേറ്റ് കുറവെന്ന്. ഇതൊക്കെ തന്നെയാണ് അതിനുള്ള കാരണങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ സാരഥികളുടെ വിശേഷം. ഞങ്ങൾ രണ്ടാളും എന്തായി കഴിഞ്ഞാലും 100% ഹാപ്പിയാണ്. അപ്പം ഞാൻ ഓരോ പ്രൊഡക്റ്റിന് ഇങ്ങനെയാണ് കേട്ടോ വിലയിരുത്തുന്നത്. കുറച്ച് മൈനസുകൾ അതിനുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും അതൊരു മൈനസായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ 100% ഹാപ്പിയാണ്.